ഹൈക്കോടതി പറഞ്ഞാൽ നവീൻ ബാബുവിന്റെ മരണം സംബന്ധിച്ച അന്വേഷണം ഏറ്റെടുക്കാമെന്ന് സിബിഐ. അന്വേഷണം ശരിയായ ദിശയിലെന്നും സിബിഐ വേണ്ടെന്നും സംസ്ഥാന സർക്കാർ. കേസ് അന്വേഷണം ഏറ്റെടുക്കാൻ സിബിഐ തയ്യാറാണോ എന്നല്ല നോക്കുന്നതെന്നും കേസിൽ സിബിഐ അന്വേഷണം അനിവാര്യമാണോ എന്നാണ് പരിശോധിക്കുന്നതെന്നും ഹൈക്കോടതി. നവീൻ ബാബുവിന്റെ ഭാര്യ കെ മഞ്ജുഷയുടെ ഹർജിയിൽ ഹൈക്കോടതി അടുത്ത വ്യാഴാഴ്ച വിശദമായ വാദം കേൾക്കും. നവീൻ ബാബുവിന്റെ മരണത്തിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് നൽകിയ ഹർജിയിലാണ് സിബിഐ ഹൈക്കോടതിയിൽ നിലപാടറിയിച്ചത്. കോടതി പറഞ്ഞാൽ നവീൻ ബാബുവിന്റെ മരണം സംബന്ധിച്ച അന്വേഷണം ഏറ്റെടുക്കാമെന്ന് സിബിഐ പ്രോസിക്യൂട്ടർ ഡോക്ടർ കെ പി സതീശൻ. അന്വേഷണം ശരിയായ ദിശയിലാണ് മുന്നോട്ടു പോകുന്നതെന്നും കേസിൽ സിബിഐ അന്വേഷണം വേണ്ടെന്നും സംസ്ഥാന സർക്കാരിന് വേണ്ടി ഹാജരായ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻസ് ടി എ ഷാജി ഹൈക്കോടതിയെ അറിയിച്ചു. കേസ് ഏറ്റെടുക്കാൻ സിബിഐ തയ്യാറാണെങ്കിലല്ല അന്വേഷണം കൈമാറുന്നതെന്നും സിബിഐ അന്വേഷണം അനിവാര്യമാണെങ്കിലാണ് കേസ് കൈമാറുന്നതെന്നും ഹൈക്കോടതിയുടെ നിലപാട്. കേസിലെ പോലീസ് അന്വേഷണം ശരിയായ ദിശയിലാണോ എന്നറിയാൻ ഹൈക്കോടതി കേസ് ഡയറി പരിശോധിക്കും. നവീൻ ബാബുവിന്റെ മരണം കൊലപാതകമാണ് എന്നാണോ സംശയിക്കുന്നതെന്ന് നവീൻ ബാബുവിന്റെ കുടുംബത്തിന്റെ അഭിഭാഷകനോട് ഹൈക്കോടതിയുടെ ചോദ്യം. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന് മേൽനോട്ട ചുമതല നൽകിയാൽ മതിയോ എന്നും നവീൻ ബാബുവിന്റെ കുടുംബത്തോട് ഹൈക്കോടതി ആരാഞ്ഞു. ഇക്കാര്യങ്ങൾ വിശദമാക്കി മറുപടി സത്യവാങ്മൂലം നൽകാനും നവീൻ ബാബുവിന്റെ കുടുംബത്തിന് സിംഗിൾ ബെഞ്ച് നിർദ്ദേശം നൽകി. പോലീസ് നടത്തുന്ന അന്വേഷണം പക്ഷപാതപരമാണെന്ന് ബോധ്യപ്പെടുത്താൻ മതിയായ തെളിവ് കുടുംബത്തിന്റെ അഭിഭാഷകൻ നൽകണമെന്നും ഹൈക്കോടതി. നവീൻ ബാബുവിന്റെ മൃതദേഹത്തിലോ ആന്തരികാവയവങ്ങളിലോ മുറിവുകൾ ഉണ്ടായിരുന്നോ എന്ന് ഹൈക്കോടതി ചോദിച്ചു. മൃതദേഹത്തിൽ മുറിവുകൾ ഇല്ലായിരുന്നുവെന്ന് ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻസ് ഹൈക്കോടതിയെ അറിയിച്ചു. കേസ് ഡയറിയും അന്വേഷണ പുരോഗതി റിപ്പോർട്ടും ഹാജരാക്കാൻ ഹൈക്കോടതി പ്രത്യേക അന്വേഷണ സംഘത്തിന് സാവകാശം നൽകി. ഹർജി ജസ്റ്റിസ് കൗസർ എടപ്പകത്ത് അധ്യക്ഷനായ സിംഗിൾ ബെഞ്ച് അടുത്ത വ്യാഴാഴ്ച വീണ്ടും പരിഗണിക്കും. ലീഗൽ ഡെസ്ക് റിപ്പോർട്ടർ.